ഹലോ ഗായ്സ്, 5-ാം തീയതി ഓണമാണല്ലോ അല്ലേ? നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ് ഓണം? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണ് കേട്ടോ. ഓണത്തിൻ്റെ തലേയിടെ തന്നെ ഞങ്ങൾ പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെക്കും കേട്ടോ. ചെറിയ രീതിയിൽ മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരു അവിയലും ഉപ്പേരിയും ഓലനും സാമ്പാറും മാത്രം. അങ്ങനെ തലേ ദിവസത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങി ഒരു വെളുപ്പിന് 4 മണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുക്കിങ്ങും പൂക്കളിടലും എല്ലാം തുടങ്ങി. അമ്മയും ഞാനും ഏടത്തിയമ്മയും കുക്കിങ്ങിലായിരുന്നു കേട്ടോ. ഏട്ടനും അവനും പൂക്കളിടാൻ നിന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പൂക്കളത്തിൻ്റെ പകുതി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കൂടി പൂക്കളിടാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തു. പൂക്കളത്തിൻ്റെ ആൾ ഏട്ടനാണ് കേട്ടോ. പൂക്കളം വരച്ചതും അതേപോലെ തന്നെ ഏതൊക്കെ പൂവാണ് ഏതൊക്കെ കോളത്തിലിടേണ്ടതും എല്ലാം പറഞ്ഞത് ഏട്ടനായിരുന്നു കേട്ടോ. അങ്ങനെ പൂക്കളത്തിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി. ഇതാണ് ഫൈനൽ ലുക്ക് പൂക്കളത്തിൻ്റെ. എങ്ങനെയുണ്ട് കാണാൻ? ഭംഗിയില്ലേ? പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചോറും കൂട്ടാനും എല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തറവാട്ടിന് ചെറിയമ്മയും ചെറിയച്ഛനും കുട്ടികളെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോട് കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞൊക്കെ നിന്നു. 11 മണിയായപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലായി. എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഓണക്കോടി ഇടാമെന്ന് വിചാരിച്ചേ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിനായിരുന്നു ഞാൻ അവസാനമായിട്ട് സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അന്നാണെങ്കിൽ കല്യാണത്തിൻ്റെ ഒരു തിരക്കിനിടയിൽ നേരെ വണ്ണം എനിക്ക് ഫുഡ് കഴിക്കാനും കൂടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഓണത്തിന് സദ്യ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീല്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. സാരിയല്ലേ ഉടുക്കുന്നത്, കുറച്ച് ടൈമൊക്കെ എടുക്കും. എൻ്റെ ചെക്കൻ്റെ ഒരു മല്ലിക്കെട്ട് കഴിഞ്ഞിട്ട് എണീച്ചിരിക്കുക. അയ്യോ പാവം. ഓണത്തിന് റീലും ഫോട്ടോസും എടുക്കാത്ത എന്തൊരു ഓണം ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ റീലും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ആ ഫോട്ടോസാണ് ഇവിടെ കാണിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്കറിയാം എത്രയും പെട്ടെന്ന് നമ്മുടെ ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനൊക്കെ വീട്ടിലേക്ക് എത്താനായിരിക്കും പേടി. അച്ഛനും അമ്മേനൊക്കെ ഒന്ന് കാണണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പോണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ ഇറങ്ങി. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ കാറിലിരുന്ന് ഞങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തി. ഇവിടേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റോഡ് അകപ്പാടെ നനഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിത് ഇവിടെ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.